സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിയ കൃഷ്ണ തന്നെയാണ്, വേറെ ആരുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാവം സ്ത്രീയാണ്, വഴിയിലുള്ള സ്ത്രീ, അവരെ അമ്മ എന്ന് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തന്നെയാണ്. അതായത് അശ്വൻ എന്ന് പറയുന്നവൻ്റെ അമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. അവർ തുറന്നു പറയത്തില്ല, ഒരിക്കലും തുറന്നു പറയത്തില്ല. തുറന്നു പറയാനൊന്നും അവർ പോകുന്നില്ല. അത് കൃത്യമായിട്ട് ദിയക്കും അറിയാം. അവർ തുറന്നു പറയത്തില്ല. അവർക്ക് പക്ഷേ ഭയങ്കര വിഷമമുണ്ട്. അവരതിന് പ്രതികരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. അവർ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള മറുപടി അവർ കൊടുത്തിട്ടുണ്ട്. അവർ ആ വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവർ പബ്ലിക്കിൻ്റെ മുന്നിലൊന്നല്ല, അവർ കൃത്യമായിട്ട് വിളിച്ചിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അത് അവരുടെ മാന്യതയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. അശ്വിൻ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവിനെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം സിന്ധു തന്നെ അപമാനിച്ചിട്ടുണ്ട്. സിന്ധു അങ്ങനെ അപമാനിക്കുന്നതായിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഒരു ബിരിയാണിയുടെ, ഒരു ചിക്കൻ കറിയുടെ പ്രശ്നം നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു 6-7 മാസം മുൻപാണ്. അന്ന് ആ പയ്യൻ ദയനീയമായിട്ടൊരു നോട്ടമുണ്ട് ഈ സ്ത്രീയെ, അതായത് സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ഈ ദിയയുടെ അമ്മയെ ദയനീയമായിട്ടൊന്ന് നോക്കുന്നുണ്ട്. അതായത് അവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ ഒരു പയ്യനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ആ ഒരു ഭക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതും ഒരു മനുഷ്യനാണ്. അതിപ്പോഴെന്ന് പറഞ്ഞാൽ കോടീശ്വരനോ അല്ലെങ്കിൽ വലിയ വീട്ടിൽ നിന്ന് വന്ന ഒന്നുമല്ല. പക്ഷെ അവനും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ്. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാജകുമാരൻ തന്നെയാണ്. ആ പയ്യൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ രാജകുമാരനെ പോലെയാണ് വളർത്തിയത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. അതങ്ങനെ പറയണമെങ്കിൽ അവനെന്തോ മനസ്സിലുണ്ടല്ലോ, അവന് കൃത്യമായിട്ട് എന്തോ മനസ്സിലുണ്ട്. അതായത് ആ പയ്യൻ്റെ വായ അടപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നീ ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പുറത്താടാ എന്നുള്ള തരത്തിൽ ആ ഒരു ചിക്കൻ കറിയിൽ ഒരു ലെഗ് പീസ് എന്തോ ചോദിച്ചപ്പോഴേ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ നമ്മളന്ന് കണ്ടതാണ്, നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ആദ്യത്തെ കേസൊന്നുമില്ല. ദിയ കൃഷ്ണ അപമാനിക്കുന്നത് ഇത് ആദ്യത്തെ ഇതൊന്നുമല്ല. അവരെ നിരന്തരമായിട്ടെന്ന് പറഞ്ഞ അപമാനങ്ങൾ തന്നെയാണ്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗായിട്ട് ഇടണമെങ്കിൽ അവരുടെ മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് തൻ്റെ ഭർത്താവിനെ ഇത്രത്തോളം അപമാനിച്ചു എന്ന് മനസ്സിലായിട്ടും അത് വ്ളോഗാക്കി ഇടുക, എന്നിട്ടത് ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നെന്ന് കണ്ടപ്പോഴെങ്കിലും അതിലൊരു മാറ്റം വരുത്താനോ ഇല്ലെങ്കിൽ അതൊന്ന് തിരിച്ചു പറയാനോ അല്ലെങ്കിൽ ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറയാനോ ഉള്ള ഒരു ഇതുപോലും കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു പയ്യൻ്റെ വീട്ടുകാർ, അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ കുടുംബങ്ങൾ, അവൻ്റെ അയൽവാസികൾ, അവൻ്റെ കൂടെ പഠിച്ചവർ ഒക്കെ എന്താണ് കരുതുക? അവനെത്രമാത്രം വില കൊടുക്കുന്നുണ്ടാകും? ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പണം അല്ല, പണത്തിലും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എന്താ അവിടെയുള്ള ഗസ്റ്റുകളൊക്കെ അവിടെ ഇപ്പോൾ ഈ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ആ സ്ത്രീ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മരുമകനാണ് കൊടുക്കേണ്ടത്, അങ്ങനെയല്ലേ കൊടുക്കേണ്ടത്? പക്ഷെ അവരെ പറയുന്ന രംഗവും അതുപോലെ തന്നെ അവർ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും ഇതൊക്കെ കണ്ടപ്പോഴേ അവന് അവിടെയുള്ള ഒരു ഏകദേശ വില ഒരു 6-7 മാസം മുൻപേ നമുക്ക് മനസ്സിലായിനി. കാരണം ഇതൊക്കെ പബ്ലിക്കിന് വന്നതാണ്. അല്ലാതെ നമ്മളാരും പോയിട്ട് ദിയ കൃഷ്ണയുടെ വീട്ടിൽ പോയിട്ടോ അല്ലെ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടോ നമ്മൾ നോക്കുന്നതല്ല. അവർ പബ്ലിക്കിൽ ഇടുമ്പോഴേ നമ്മൾക്ക് തോന്നിയ ഓരോ കാര്യങ്ങൾ അവരഭിനയിക്കുന്നതാണെങ്കിലും ശരി, ഒരിക്കലും ഒരു മനുഷ്യനോടും ഇതുപോലെ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അപമാനമൊന്നുമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ വഴിയിലുള്ള സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അതിന് മാപ്പ് കൊടുക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വഴിയിലുള്ള സ്ത്രീയുടെ മകനാണത്. ഈ ഒരു യുവതിയുടെ അല്ലെങ്കിൽ ദിയ കൃഷ്ണയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ആ വഴിയിലുള്ള സ്ത്രീയുടെ മകനാണ്. അതുമാത്രവുമല്ല, ഇവരുടെ മടിയിലിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിലൂടെ പോകുന്ന സ്ത്രീയുടെ മകൻ്റെ കുഞ്ഞാണ്, അവരുടെ കൊച്ചുമകനാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അവർ പറഞ്ഞ ആ ഒരു വാക്കുകൾ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ കഴിയില്ല എന്ന്. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയുടെയൊക്കെ പ്രായമുള്ളവരെയൊക്കെ നമ്മളെന്താ വിളിക്കുക? അമ്മേ എന്ന് തന്നെയാണ് വിളിക്കുക, അല്ലാതെ നമ്മൾ ആൻറ്റിയെ എന്നൊന്നും നമ്മൾ വിളിക്കത്തില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു ലോകത്ത് നിന്ന് പൊട്ടി വീണതുപോലെ, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സംഭവമാണ് ഞങ്ങൾ ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല, ഞങ്ങൾ വേറെ തന്നെയാണ് എന്നുള്ള തരത്തിൽ ഓരോരോ വാക്കുകൾ കൊണ്ടുവരികയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അഹങ്കാരം തന്നെയാണ്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അഹങ്കാരം തന്നെയാണ്. മറ്റുള്ളവരെ കാണുമ്പോഴുള്ള പുച്ഛം അത് തന്നെയാണ്. നേരെ മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ, അതായത് ആ അശ്വിൻ്റെ വീട്ടുകാരും കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവരുടെ നിൽക്കാൻ പറ്റില്ല, ഇവർ ഓടേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ഭാഗത്തേ നിൽക്കുള്ളൂ. ഇന്ന് ജനങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അശ്വിൻ്റെ അമ്മയുടെ ഭാഗത്ത് തന്നെയാണ്. കാരണം അവരുടെ ആ ഒരു മുഖം കാണുമ്പോൾ നമുക്ക് പോലും വിഷമം തോന്നുകയാണ്. അതായത് മകൻ്റെ ഭാര്യ പറയുകയാണ് അവരെ ആ വഴിയിലുള്ളവരെ ഒന്നും എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ കഴിയില്ല എന്ന്.
അതായത് ഞാൻ അങ്ങനെ വിളിക്കത്തില്ല, ഇവൻ എൻ്റെ അമ്മയെ എങ്ങനെ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അപമാനിച്ചത്. ആ അപമാനം ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാപ്പ് പറഞ്ഞാലും എത്രത്തോളം മാറ്റി പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ആ അപമാനം അവർക്ക് വിട്ടുപോകില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് നിരന്തരമായിട്ട് ഇവരിങ്ങനെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഭക്ഷണത്തിൻ്റെ പേരിൽ ആ പയ്യൻ, അവൻ്റെ നോട്ടം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആ വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ദയനീയമായിട്ട് അവൻ്റെ ഭാര്യയെ നോക്കുന്നുണ്ട്. ആ വ്ളോഗ് എടുക്കുമ്പോഴും ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ആ പയ്യൻ അവിടെ അനുഭവിക്കുന്നത് എന്തായിരിക്കും? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ അവനവിടെ ഭയന്നുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ആരെങ്കിലും അവനെ വിളിച്ചു കൊണ്ടുപോകണം. അവന് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകും ചിലപ്പോഴും പറയാൻ വേണ്ടിയിട്ട്. അവൻ്റെ മനസ്സ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു കല്ല് പിടിച്ച പോലെയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അവൻ ചിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവനെ ആരെയോ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കരയാൻ തോന്നുന്നുണ്ടാകും. അത്രമാത്രം വിഷമങ്ങളും സങ്കടങ്ങളും ആ ഒരു മനസ്സിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ഇങ്ങനെ ഇട്ട് പിടിക്കുകയാണ്. ആ പയ്യൻ എവിടെയും വിടുന്നില്ല. അവൻ്റേതായ ഒരു നിലനിൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് ഇന്നിപ്പോഴവൻ എത്തി നിൽക്കുന്നത് നോക്ക്. പൈസയുണ്ട്, ഇഷ്ടം പോലെ പൈസയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കോടിക്കണക്കിന് രൂപ സ്വത്തുണ്ട്. അതായത് ഇഷ്ടംപോലെ പൈസ അവർക്ക് യൂട്യൂബായിട്ടും അവരുടെ ബിസിനസ്സായിട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താണ് കാര്യം? സമൂഹത്തിൻ്റെ മുന്നിൽ ഇത്രയും തരം താഴ്ത്തിയിട്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വിഷമിപ്പിച്ച് അവരുടെ കണ്ണീര് കണ്ടിട്ട് ഇവർ കോടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃഷ്ണകുമാർ ഇന്ന് വരെ ഇടപെട്ടിട്ടില്ല, സിന്ധു കൃഷ്ണ ഇന്ന് വരെ പറയുന്നില്ല, അവരൊന്നും പറയുന്നില്ല. അവർക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും. കാരണം വെച്ചാൽ തൻ്റെ മകൾ അങ്ങനെ ആരെയും വിളിക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട്. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭർത്താവിൻ്റെ അമ്മയോട് എങ്ങനെ പെരുമാറണം, അതുപോലെ തന്നെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ വീട്ടിൽ നിന്നും ഇതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ലോകത്തിലാണ്. അവരൊക്കെ ഈ ഒരു നാട്ടിലൊന്നും ജീവിക്കേണ്ടവരല്ല. ഇവിടെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ കൃമികീടങ്ങളാണ് എന്നുള്ള തരത്തിലാണ് ഈ ദിയാകൃഷ്ണയായാലും അതുപോലെ തന്നെ മറ്റുള്ളവരും പെരുമാറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. കുറേ നാളുകളായിട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ ഒരു അവസ്ഥ ഇതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 7 മാസം മുമ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അതായത് ബിരിയാണിയൊക്കെ വെച്ച ബിരിയാണി നെയ്ച്ചോറെന്ത് വെക്കുന്നത്, അതിൻ്റെ അകത്ത് കറിക്ക് വേണ്ടിയിട്ട് ദയനീയമായി നോക്കി നിൽക്കുന്ന ആ ഒരു പയ്യൻ. അവൻ്റെ മുഖം അന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾക്കൊക്കെ ഇത്രയും വിഷമമുണ്ടെങ്കിൽ അവൻ്റെ പെറ്റമ്മ എത്രമാത്രം വിഷമവും അനുഭവിച്ചിട്ടുണ്ടാകും. ആ ഒരു വീഡിയോ കണ്ടപ്പോഴേ അതിൽ വന്നിരിക്കുന്ന റിയാക്ഷൻസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയും അച്ഛനും സഹോദരിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടുകാർ കുടുംബക്കാരൊക്കെ കാണുന്നതാണ്. അവരൊക്കെ വന്ന് പറയുന്നുണ്ടാവില്ലേ, അവരൊക്കെ വന്ന് ആ വീട്ടിലെ അമ്മയോടും അച്ഛനോടും പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനകൾ. തൻ്റെ മകനെ രാജകുമാരനെ പോലെ വളർത്തിയിട്ട് ആ വീട്ടിൽ പോയിട്ട് ഒരു ദയനീയ നോട്ടത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കണമെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അന്നേ അവർക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അതായത് ഒരു മനുഷ്യന്മാരും ഇവരെ പോലെ പെരുമാറരുത്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും ഇവർക്കൊരു മാപ്പില്ല. കാരണം അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ 1.5 ഉണ്ടായിരുന്നു, 1.4 കാണുന്നുള്ളൂ. അത്രത്തോളം ആൾക്കാരാണ് ഇറങ്ങിപ്പോയത്. ഒരു കാരണവശാലും മാപ്പ് കൊടുക്കത്തില്ല. കാരണം ആ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഇവർ പറയുകയാണ് വഴിയിലൂടെ പോകുന്ന അമ്മയെന്ന് വിളിക്കത്തില്ല എന്ന്. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷക്കാരിയായാലും നമ്മുടെ അമ്മേൻ്റെ പ്രായം ഉണ്ടെങ്കിൽ നമ്മൾ അമ്മ എന്ന് വിളിക്കും. അതാണ് നമ്മുടെയൊക്കെ മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതൊന്നും പോകുന്നില്ല.